ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മളത് കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, യെസ്. അപ്പോൾ 5 × 3 - 2 × 7 ചെയ്യുമ്പോൾ 1 കിട്ടും. ഇവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? -2000 ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ഈ തൽക്കാലം ഈ മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. തൽക്കാലം നമ്മൾ എന്ത് കൺസിഡർ ചെയ്യില്ല? മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ക്ലിയർ ആയല്ലോ? സോ നമുക്ക് കിട്ടി 1 = 2000 എന്ന് കിട്ടി. 1 = 2000 എന്ന് കിട്ടി. നമ്മുടെ എന്താ പറയുക, ബേസിക്കായ റേഷ്യോയുടെ പ്രോബ്ലംസ് ചെയ്യുമ്പം നമ്മളൊരു വേരിയബിൾ എക്സ് എന്ന് അസ്യൂം ചെയ്ത് വാട്ട് ഈസ് എക്സ് = എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ വാല്യൂ എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമായിരുന്നു? നമ്മൾ ആക്ച്വൽ റേഷ്യോ വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കണ്ടുപിടിക്കുമായിരുന്നു. അപ്പോൾ ആ എക്സ് എന്നുള്ള ആ ഒരു പാർട്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളതിനെ 1 എന്ന് കൺസിഡർ ചെയ്ത് വാട്ട് ഈസ് 1 = എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ പർട്ടിക്കുലർ റേഷ്യോയിൽ ചെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമായിരുന്നു. ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത പ്രോബ്ലംസിൽ അവിടെ നമുക്ക് ഒരൊറ്റ വേരിയബിളേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് 2 വേരിയബിളാണ്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി ഫോളോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ക്ലിയർ ആയോ? സോ നമുക്കിവിടെ എന്ത് കിട്ടി? 1 = 2000 എന്ന് കിട്ടി. സോ 1ന്റെ വാല്യൂ ആരുടെയാണ്? ഈ ഇൻകത്തിൻ്റെയാണ്. ഈ 1ന്റെ വാല്യൂ ആരുടെയാണ്? ഈ ഇൻകത്തിൻ്റെയാണ്. സോ 5 × 2000 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10,000 കിട്ടും. 7 × 2000 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 14,000 കിട്ടും. രണ്ടുപേരെയും ആഡ് ചെയ്യുമ്പം 24,000 കിട്ടും. ഇൻ കേസ് നിങ്ങളോട് അവർ എക്സ്പെൻഡിച്ചർ ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളോട് അവർ ചോദിച്ചത് എന്താണ്? എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 ചെയ്യുന്ന, അതായത് നമുക്കറിയാം ഇവിടെ നമുക്ക് അനുയുടെ ഇൻകം 10,000 കിട്ടി. അതിൽ നിന്ന് 4,000 കുറച്ചാൽ എന്ത് കിട്ടും? 6,000. ആരുടെ എക്സ്പെൻഡിച്ചർ കിട്ടി? അനുയുടെ എക്സ്പെൻഡിച്ചർ കിട്ടി. 14,000 നിന്ന് 5,000 കുറച്ചാൽ 9,000. ആരുടെ എക്സ്പെൻഡിച്ചർ കിട്ടി? സിനുയുടെ എക്സ്പെൻഡിച്ചർ കിട്ടി. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ഈ സ്റ്റെപ്പ് വരെ മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ, അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇവരുടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? ഇവരുടെ ഓർഡർ, ഈ സെയിം ഓർഡറിൽ നിങ്ങൾ എഴുതിയാലാണ് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക? ഇൻകം കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് ഞാൻ പറയും. അപ്പോൾ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ഓർഡറിൻ്റെ റെലവൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ആരെയാണോ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആരെയാണോ കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളത്, ഇനി അതല്ല നിങ്ങൾ ഏത് വാല്യൂ ആണോ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ഇൻകം ആവാം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആവാം, നിങ്ങൾ ഏതിനെയാണോ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കണേ അയാളെയാണ് നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. ഏറ്റവും മുകളിൽ നിങ്ങൾ എഴുതേണ്ട ആരെയാണ്, നിങ്ങൾ ഏത് വാല്യൂ ആണോ കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹിക്കണം ആ വാല്യൂ ആണ് നിങ്ങൾ എവിടെ എഴുതേണ്ടത്? ഏറ്റവും മുകളിൽ എഴുതേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ ഇൻകം ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഞാൻ വിചാരിച്ചു എനിക്ക് ഡയറക്റ്റായിട്ട് ഇൻകം കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ ഇൻകം ചോദിക്കുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ഇൻകം നമുക്ക് കണ്ടുപിടിക്കാം.